కుచ సూచుక కుంకుమతో నియతారుణితాతుల నీలతనో కమలాయతలోచనలోకపతే విజయీ భవ వెంకటశైలపతే సచదుర్ముఖ షణ్ముఖ పంచముఖ ప్రముఖాఖిల దైవత మౌళిమణే ചൂടാടിപ്പോദ്രാ കുടിയേണ്ട അമലാ കുച സൂചുക കുങ്കുമതോ. അപ്പാ എന്നാ ഈ 1-ാം തീയതി ഞങ്ങളുടെ റിസൾട്ട് വരുമെന്ന് ഇതാ പേപ്പറിലെ പോട്ടിருக்கு. ഇന്നേക്ക് 25, ഇനി 6 നാൾ. അതുകൊള്ള വിഷയം തിരിഞ്ഞിടും. തെരിയறதுக்கு ഒന്നുമേ ഇല്ല. എനിക്ക് 100% കോൺഫിഡൻസ് ഉണ്ട്. അതേപ്പറ്റി കവലയേ വേണ്ട. We will see. We are going to see അപ്പാ. നര 2 എണ്ണം ഉണ്ട് ഫുൾ ഗ്രേ. ഭാഗ്യ നരയാക്കോടാ. ആമാ ആമാ ഭാഗ്യ നരയാക്കും. മുടി ഡൈ ചെയ്തപ്പോഴേ കണ്ണിൽ പെടാതെ രക്ഷപ്പെട്ടതാണെന്നേ ഉള്ളൂ. இந்த டை விஷயத்தை யார்கிட்ட சொல்லக்கூடாதா? சொல்ல மாட்டேன். நெவர். உன்னோட அப்பா ഡോക്ടർ ബാലസുബ്രഹ്മണ്യം വന്ന് ഒരു സ്മാർട്ട് യങ് ഫെലോ ആക്കുന്ന 4 ആൾ പറഞ്ഞു കേൾക്കുന്നത് നിനക്കൊരു അന്തസ്സല്ലടാ. പിന്നെ 4 ആൾ കേൾക്കേ അപ്പാന് മാറ്റി അണ്ണാൻ കൂപ്പിടുറേ എന്നാ അതിലെന്നാ തപ്പ്? കണ്ടാലും അങ്ങനെയല്ലേ തോന്നൂ. പാര്, നീയെ പാര്. എന്നെ നേരെ லுக் ஸ்ட்ரைட்டா. என்னோட முஞ்சிய பார்த்துட்டு இருந்தா இப்படி. முதல்ல ஸ்டீரிங் ஸ்டெடி ஆகட்டும், அப்புறமா பெடல்ஸ் கொடுக்குறேன். அப்படி. ഹായ് ഗീതു. ഗേൾ ഫ്രണ്ടിനെ കാണുമ്പോ വണ്ടി നിർത്തണം, എന്റെ കാലിട്ടാണോ ചവിട്ടുന്നത്? ഗുഡ് മോർണിംഗ് ഗീതു. ഗുഡ് മോർണിംഗ് ബാലു മാമ. ബാലു മാമാവാ? പാളത്താറ് കൊടുത്ത് കുടുമിയും വെച്ച് കുടവണ്ടിയും ചാടിയ വല്ല വയസ്സം പട്ടരെയും വിളിക്കേണ്ട വിളി. കാൾ മീ ഹലോ ഡോക്, മാക്സിമം ബാലു അങ്കിൾ. இந்த மாமா பிசினஸ் எல்லாம் வேணாம். ஓகே ஓகே. மணி அண்ணா கோர்ட்டுக்கு போயாச்சா? அப்போ കാലയിലേ പോയാച്ചേ. അപ്പോ ഡ്രൈവിംഗ് പഠിത്തം ഇവിടെ അവസാനിക്കുന്നു എന്നർത്ഥം. അനന്തര നടപടി എന്നാ? എന്നെ ഇവിടെ വിട്ടാ മതി, ഞാൻ ഗീതുവിന്റെ ഇവിടെ പോന്നോളാം. ഓ അത് ശരി. അപ്പൊ ഞാൻ ഒഴിഞ്ഞു മാറണമെന്ന് അല്ലേ? ശരി. സൈക്കിളിൽ ഡബിൾസ് കയറി പോലീസ് പിടിച്ച ഫൈൻ അടയ്ക്കേണ്ട പൈസ സ്വന്തം പോക്കറ്റ് മണി കണ്ടോണം. അതുപോലെ ഗീതുവിന് 9:30 ട്യൂഷൻ ക്ലാസ് ഉണ്ട്, മറക്കണ്ട. ബൈ. താങ്ക് യു. See you, doc. B3-ലെ മിസ്സസ് വർമ്മയ്ക്ക് നല്ല ആശ്വാസമുണ്ട്. ഗുഡ് മോർണിംഗ് ഡോക്ടർ. കണ്ടാലും വളരെ ബെറ്റർ ആണ്. ഡോക്ടർ കൊടുത്ത മരുന്ന് കാരണം രാത്രി സുഖമായി ഉറങ്ങിയത്രേ. കോംപ്ലിമെന്റ്സ് മരുന്നിനാ, ഡോക്ടർക്കല്ലേ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വരുന്നോ? വാർഡിലോ തിയേറ്ററിലോ അർജന്റായിട്ട് ഉടനെ ഡ്യൂട്ടി ഒന്നും ഇല്ലെങ്കിൽ കാപ്പി ഇരിപ്പുണ്ട്, ഒരു കപ്പ് കുടിക്കാം. ക്ഷണിച്ചാൽ ഞാൻ വരും. അത്തരം ഫോർമാലിറ്റീസ് ഒന്നും ഈ ബാലുവിന് അറിയില്ല ശ്രീ. സന്മനസ്സുള്ളവർക്ക് സ്വാഗതം. That's all. ദാ ഫ്ലാസ്ക് കാപ്പി ഇരിപ്പുണ്ട്, ദേ കപ്പ് ഇരിപ്പുണ്ട്. ഹെൽപ്പ് യുവർ സെൽഫ്. ഡോക്ടർക്കോ? ഡോക്ടർക്കോ ആവാം. കുറച്ച് മതി. A sip, less than half a cup. ആഹാ, രാജുമോൻ അപ്പാപ്പനെ ഉരുട്ടി കളിക്ക. സിസ്റ്ററെ, ഇയാൾക്ക് ആരെ വീൽ ചെയർ ഉരുട്ടി കളിക്കാൻ കൊടുത്തേ? വീൽ ചെയർ വെറുതെ ഇരിക്കുകയാണല്ലോ, പാവത്തിനാണെങ്കിൽ നടക്കാനും വയ്യ. ആഹാ, എന്നാ ഞങ്ങളൊരു കാര്യം ചെയ്യ്, ആ സ്കാനിങ് മെഷീനും ECG യൂണിറ്റൊക്കെ അവിടെ വെറുതെ ഇരിക്കുക, കൊണ്ട കൊടുക്ക് ഉരുട്ടി കളിക്കട്ടെ. അത് സാർ, രാപ്പകല് ചങ്കിലെ ചോര വെള്ളാക്കി ഉണ്ടാക്കിയ കാശുകൊണ്ട് ഞാൻ ഈ ആശുപത്രി പണത് പുണ്യം കിട്ടാനല്ല. ചികിത്സിച്ചാ ഭേദാവില്ല എന്ന് ആശുപത്രിയൊക്കെ എഴുതി തള്ളിയ കേസാ ഈ കുഞ്ഞാലിയുടേത്. ബാലു ഡോക്ടർക്കാണെങ്കിൽ വാശി രക്ഷപ്പെടുത്തുന്നു. ആഴ്ച എത്രയായി? അങ്ങേർക്കെന്താ വാശി പിടിച്ചാ പോരെ? കാശ് പോണത് എന്റെ അല്ലേ? റൂം റെന്റോ നഴ്സിംഗ് ഫീസോ സ്കാനിങ് ടെസ്റ്റോ കാശിന് വഴിയുണ്ടോ വല്ലതും എഴുതിയെടുക്കാൻ? ഡോക്ടറുടെ സ്വന്തം പേഷ്യന്റ് അങ്ങേരെ പിണക്കാൻ പറ്റില്ല എന്ന് കരുതിയാ ഞാൻ എല്ലാം അങ്ങോട്ട് സഹിക്കണത്.
അതിന്റെ ഇടയിലാണ് ഉരുട്ടി കളിക്കാൻ വീൽ ചെയർ. വേണ്ട വേണ്ട, അത്ര വലിയ സിമ്പതി ഒന്നും വേണ്ട. ആ റൂമിൽ നിന്റെ ലൈബ്രറി ബുക്സ് ഇരിക്കുന്ന കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു നീ ഇവിടെ കാണുമെന്ന്. പാലും മുട്ടയും കഴിക്കാൻ കുഞ്ഞാലിക്ക് മടിയാണെന്ന് സിസ്റ്റർ പറഞ്ഞല്ലോ. കഴിച്ച് ശീലമില്ലാത്തതുകൊണ്ടാണ്. ശീലം നോക്കിയിട്ടല്ല, ആവശ്യം നോക്കിയിട്ടാണ് മരുന്നും ഭക്ഷണവും തരുന്നത്. അത് മുടങ്ങാതെ കഴിക്കണം. ഓ, എന്താ, രക്ഷപ്പെടും എന്ന കാര്യത്തിൽ സംശയമുണ്ടോ? നിങ്ങളുടെ വിശ്വാസമല്ലേ പ്രധാനം? അല്ല, രോഗിക്ക് സ്വയം തോന്നണം രക്ഷപ്പെടണം എന്നൊരാശ, രക്ഷപ്പെടും എന്നൊരു വാശി, വിശ്വാസം. ഞങ്ങളുടെ ജോലി പാതി എളുപ്പമാവും. പിന്നെ കൊഞ്ചം നേരെ ആച്ചില്ല, അവരെ തൊന്തരവ് പണ ആരംഭിച്ച്. വാ. കാറ് വന്നില്ലേ? എന്താണെന്ന് അറിയില്ല. വരും, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അപ്പാരം ബാക്കിൽ ഇറക്കുമോ? ബാക്കിൽ ഏതൊക്കെ? ഇല്ലേ, ശ്രീയാണ്ടി കാറിൽ കയറുമ്പോ. അല്ല, അതല്ലേ ഒരു മര്യാദ. ചുമ്മാ ചേട്ടാ. கல்யாணி, போன் பண்ணி சொல்ல வேண்டாம். ஸ்ரீ பாலு கார்ல ஏறி வந்துடுவாள். அப்பவே சொல்லலையா? இப்ப என்னாச்சு? என்ன மணி என்ன இது? കോർട്ടിൽ നിന്ന് വരുന്ന വഴി കാർ റിപ്പയർ ആச்சு. പാര് ബാലു, ബാരിസ്റ്റർ വിശ്വേശ്വരയ്യരോட ജൂനിയർ സീനിയർ അഡ്വക്കേറ്റ് മണിശങ്കർ BAMLോட കോലത്തെ പാര്. അവനവന്റെ കാറ് കേടായാൽ കഴിയുന്നത് അവനവൻ തന്നെ ഒരു കൈ നോക്കണം. നമ്മുടെ കയ്യിൽ ഒതുങ്ങിയില്ലെങ്കിൽ മാത്രമേ വർക്ക്ഷോപ്പുകാരെ ഡിപ്പെൻഡ് ചെയ്യാവൂ. அதுதான் நம்ம policy. என்ன உனக்கு உடம்புக்கு ஏதாவது வந்தா தனியா தானே ட்ரீட்மெண்ட் நடத்துறது, அல்லாத உடனடியா ஹாஸ்பிடலுக்கு போகிறது கிடையாதே. ஆமா, ஆனா பாலுவோட ப்ரொஃபஷன் வந்து டாக்டர் ஆக்கும். உங்களோட ப்ரொஃபஷன் என்ன? கார் மெக்கானிக்கா, அட்வொகேட்டா? வாடா ராஜு. பாலு நீயும் வா, டிஃபன் சாப்பிட்டுட்டு போலாம். ஐயோ വേണ്ട വേണ്ട, പുതിയ റെസിപ്പി നോക്കി ഉണ്ടാക്കി വെച്ചിട്ട് പരീക്ഷിച്ച് നോക്കാൻ ഒരാൾ ഇതുവരെ കിട്ടിയിട്ടില്ല. വീട്ടിനകത്ത് കേറിയോ പാചക പരീക്ഷണം, അത് പേടിച്ചല്ലേടാ ഞാൻ ഈ കാറിന്റെ അടിയിൽ നടക്കാതെ കിടക്കുന്നത്. ஐயோ ரஷ்மி, உனக்கு என்ன ஆச்சு? இவளோட மேரேஜ் ஃபிக்ஸ் பண்ணிட்டு 2 வாரம் தானே ஆச்சு. அதுக்குள்ள பாரு மெலிஞ்ச பகுதியாയി. ഇനി ഒരു ഫുൾ മന്ത് ഇരിക്ക കല്യാണത്തിക്ക്. ഇങ്ങനെ പോയാലേ പയ്യനെ ആളെ തിരിച്ചറിയാൻ പറ്റില്ല. ഓ ബാലുമാമ. ശരി. ഓ ശരി. ഏയ് உள்ள ஊத்தி குடுக்கறான், அப்பம் குடிக்கிறான். ஆண்டவா, குடிக்கிறதோ பேய் தண்ணி. என்னால இதெல்லாம் பாத்துட்டு இருக்க முடியாதுடா. கடவுளே, ஏன்டா இப்படி இதெல்லாம் சாப்பிட்டு உடம்ப கெடுத்துக்கிறானோ? சொல்றதுக்கு யாருமே இல்லையே. ഇന്ന് ഹോസ്പിറ്റലിൽ നിന്ന് തിരികെ വരുമ്പോ കാറിനകത്തിരുന്ന് നീ എന്താ പറഞ്ഞ? എന്ത്? നീ തെളിച്ചു പറയണമായിരിക്കും. ശ്രീലക്ഷ്മിയും കൂട്ടി തിരികെ വരുമ്പോ കാറിനകത്തിരുന്ന് എന്താ പറഞ്ഞതെന്ന്. ഓ അതോ? അത് തന്നെ. അത് വന്ന് അപ്പാ, ഇതുവരെ ഒരു കാര്യവും ഞാൻ ഉങ്കിട്ട മറച്ചതില്ല. എന്റെ അടുത്തും അങ്ങനെ തന്നെ പെരുമാറുന്നതല്ലേ അതിന്റെ ഒരു ശരി. നിന്റെ അടുത്ത് എന്ത് മറച്ചു എന്നാണ്? സത്യം പറയേ, ശ്രീയാണ്ടി உங்களுக்கு പിടിക്കலையா? ചിരിച്ചങ്ങുഴപ്പല്ലേ?
ഉങ്ങളെ കണ്ടാ വലിയ പ്രായമൊന്നും തോന്നാതെ. യു ആർ സ്റ്റിൽ യങ് അപ്പ. പിന്നെന്താ രാജു, യേസ് അപ്പ. ശ്രീ ആന്റിക്ക്, മണിമാമയ്ക്ക്, എനിക്ക് എല്ലാവർക്കും അത് ആഗ്രഹമാണ്. ഉങ്ങൾക്കും. ஆனா நீங்க எதுக்கு அது உங்ககிட்ட இருந்து மறைக்கிறீங்க? ശ്രീലക്ഷ്മി ഹോസ്പിറ്റലിൽ ഒരു നല്ല അസോസിയേറ്റ്, പുറത്ത് അതിലും നല്ലൊരു ഫ്രണ്ട്. എനിക്ക് അവളെ ഇഷ്ടമാണ്. അവളുടെയും നീ അടക്കം മറ്റുള്ളവരുടെയും മനസ്സിലുള്ള ഈ ആഗ്രഹം മനസ്സിലാകാഞ്ഞിട്ടുമല്ല. പക്ഷെ എനിക്ക് ശ്രീയോട് തോന്നിയ ഇഷ്ടം അത്തരത്തിലുള്ള ഒരു അടുപ്പമായി ഇനി മാറിയിട്ടില്ല. ഇപ്പോ ഈ നിമിഷം വരെ എന്റെ മനസ്സിൽ നിന്റെ അമ്മ, എന്റെ രുക്ക് മാത്രമേ ഉള്ളൂ. അവൾ മരിക്കുമ്പോ എന്നെ ഏൽപ്പിച്ചൊരു വലിയ ചുമതല നിന്നെ വളർത്തി ഒരു നിലയിലാക്കുക. അത് മാത്രമേ ഞാൻ ആലോചിച്ചിട്ടുള്ളൂ. മറ്റൊന്നിനും ഈ അപ്പാവുടെ മനസ്സിലിടമില്ലടാ കണ്ണ. സത്യം. ഹലോ, ഹോസ്പിറ്റലിൽ നിന്നാണ്. ഡോക്ടറെ അർജന്റായിട്ട് ലൈനിൽ കിട്ടണം. 1 മിനിറ്റ്. അപ്പാ അപ്പാ, ഫോൺ ഹോസ്പിറ്റലിൽ ഉണ്ട്. ഹലോ, ഡോക്ടർ ഹിയർ. ഡോക്ടർ ശിവദാസ് ഓപ്പറേറ്റ് ചെയ്ത പേഷ്യന്റിന് പെട്ടെന്നൊരു കോംപ്ലിക്കേഷൻ. എന്ത് പറ്റി? കുറച്ച് ക്രിട്ടിക്കലാണ്. പേഷ്യന്റിന്റെ ബന്ധുക്കൾ അജിറ്റേറ്റഡ് ആണ്. ഡോക്ടർക്ക് കയ്യബദ്ധം പറ്റിയതാണെന്ന് മനസ്സിലായിട്ടുണ്ട്. ഞാൻ ഡ്യൂട്ടി ഡോക്ടർക്ക് കൊടുക്കാം. ഹലോ, ഡോക്ടർ സേതു ഹിയർ. ഹൗ ഇസ് ദ പേഷ്യന്റ്? പെർഫ്യൂസ് ബ്ലീഡിംഗ് ഉണ്ട്. ഒന്നും പറയാൻ വയ്യ. ഒരു എമർജൻസി സർജറി വേണ്ടി വരും. ഡോക്ടർ കൂടി വന്നാലേ. ഞാനിതാ വരുന്നു. പ്രിപ്പയർ ദ പേഷ്യന്റ് ഫോർ ദ സർജറി. കയ്യബദ്ധം പോലും മനുഷ്യന്റെ ജീവൻ വെച്ചാണോ കളിക്കുന്നത്? രാജു, ഇറങ്ങാം. ശ്രീ ആന്റി റെഡി ആയിരിക്കാൻ പറ. ഞാൻ പോകുന്ന വഴിക്ക് പിക്ക് ചെയ്യാം. ശരിപ്പാ. മനപ്രയാസം കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞുപോയി. സാർ അതൊന്നും സാരമാക്കരുതെന്ന്. അച്ചായന്റെ ജീവൻ രക്ഷിച്ചതിന് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല എന്ന്. ജീവൻ രക്ഷപ്പെടുത്തുന്നതും കൈവിട്ടു പോകുന്നതുമെല്ലാം മുകളിലൊരാളുണ്ട്. അവിടുത്തെ തീരുമാനമാണ്. ഞങ്ങൾ പരമാവധി സഹകരിക്കുന്നു എന്ന് മാത്രം. ഈ ഡോക്ടറുടെ കൈപുണ്യം എന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്താറില്ലേ, അതുപോലെ തന്നെയാണ് ഈ കൈ അബദ്ധവും. രണ്ടും മനഃപൂർവ്വമല്ല. ഇത് മനസ്സിലാക്കാനുള്ള ദയെങ്കിലും നിങ്ങൾക്ക് വേണ്ടി രാത്രിയും പകലും നോക്കാതെ കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ വർഗത്തോട് കാണിക്കണം. സോറി ഡോക്ടർ. ഇറ്റ്സ് ഓൾ റൈറ്റ്. അദ്ദേഹത്തിനൊന്നും സംഭവിക്കില്ല. സമാധാനമായിരിക്കും.